ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് രൂപം നൽകാൻ ശുപാർശ ചെയ്ത സമിതി ഏത്? ക്യാബിനറ്റ് മിഷൻ. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം.എൻ. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ഇന്ന് 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചത് ആരാണ്? എച്ച്.സി. മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചത് ആര്? എച്ച്.സി. മുഖർജി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യമായി സംസാരിച്ചത് ആര്? ജെ.ബി. കൃപലാനി. ജെ.ബി. കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായി പ്രവർത്തിച്ചത് ആര്? ബി.എൻ. റാവു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായി പ്രവർത്തിച്ചത് ആര്? ബി.എൻ. റാവു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. പിന്നീട് ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായ രേഖ ഏത്? ലക്ഷ്യപ്രമേയം. ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായ രേഖ ഏത്? ലക്ഷ്യപ്രമേയം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തുടക്കത്തിൽ എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? 395 അനുച്ഛേദങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? 22 ഭാഗങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ തുടക്കത്തിലുണ്ടായിരുന്ന പട്ടികകളുടെ എണ്ണം എത്ര? 8. ഭരണഘടനയിൽ ഇപ്പോഴുള്ള പട്ടികകളുടെ എണ്ണം എത്ര? 12. പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായി ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1948. പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായി ഭരണഘടനയുടെ കരട് രൂപം പ്രസിദ്ധീകരിച്ച വർഷം ഏത്? 1948. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ വർഷം ഏത്? 1949 നവംബർ 26. ഭരണഘടനയുടെ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയ വർഷം ഏത്? 1949 നവംബർ 26. ഇന്ത്യൻ പൗരത്വം നേടാനുള്ള എത്ര മാർഗങ്ങൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നു? 5 മാർഗങ്ങൾ. എത്ര രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകാം? 3. തുടക്കത്തിൽ ഭരണഘടനയിലുണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം എത്ര? 7. തുടക്കത്തിൽ ഭരണഘടനയിലുണ്ടായിരുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 7. നിലവിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ 6. നിലവിൽ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ 6. ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? 1976 42-ാം ഭേദഗതി. 1976 42-ാം ഭേദഗതി. തുടക്കത്തിലുണ്ടായിരുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 10. നിലവിൽ മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. ഭരണഘടനയിലെ ആദ്യത്തെ ഭേദഗതി പ്രാബല്യത്തിലായത് 1951 ജൂൺ. ഭരണഘടനയിൽ ആദ്യത്തെ ഭേദഗതി പ്രാബല്യത്തിലായത്
1951 ജൂൺ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയുടെ കരടിന് അംഗീകാരം നൽകപ്പെട്ട 1949 നവംബർ 26 സ്മരണാർത്ഥം എല്ലാ വർഷവും നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനം. ദേശീയ നിയമ ദിനം. ഭരണഘടനയുടെ കരടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഒപ്പുവെച്ചത് എന്ന്? 1950 ജനുവരി 24. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ വിധി ന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. 1973. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് ഏത് കേസിൻ്റെ വിധിന്യായത്തിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. 1973. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ ഞങ്ങൾ. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42-ാം ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 42-ാം ഭേദഗതി. ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി ഏത്? 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളേവ? ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അത് അംഗീകരിക്കപ്പെട്ട തീയതി. ഭരണഘടനയുടെ ആമുഖം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളേവ? ഭരണഘടനയുടെ ഉറവിടത്തെ പറ്റിയുള്ള പ്രഖ്യാപനം, അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനം, അത് അംഗീകരിക്കപ്പെട്ട തീയതി. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന വാക്കുകളേവ? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന വാക്കുകളേവ? പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഏതൊക്കെ തരത്തിലുള്ള നീതികളെ പറ്റിയാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. ഏതൊക്കെ നീതികളെ പറ്റിയാണ് ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി. ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം. ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങളാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്? ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ആമുഖത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി ഏത്? 1977 ജനുവരി 3. ഭരണഘടനയുടെ ആമുഖത്തിലെ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി ഏത്? 1977 ജനുവരി 3. ആമുഖത്തിൽ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന വ്യവസ്ഥകളേവ? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ആമുഖത്തിൽ വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാന വ്യവസ്ഥകളേവ? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടു? 1 തവണ.
ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടു? ഒരു തവണ. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമേത്? 44-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ട ഏക അവസരമേത്? 42-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമേത്? ആമുഖം. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? കെ.എം. മുൻഷി. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചതാര്? താക്കൂർദാസ് ഭാർഗവ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് എൻ.എ. പൽക്കിവാല. ഇന്ത്യൻ ഭരണഘടന വിവിധ ആശയങ്ങൾക്ക് ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത് ഏത് നിയമത്തോടാണ്? 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം. ഇന്ത്യൻ ഭരണഘടന വിവിധ ആശയങ്ങൾക്ക് ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത് ഏത് നിയമത്തോടാണ്? 1935 ഇന്ത്യ ഗവൺമെൻറ് നിയമം. എല്ലാവർക്കും തുല്യ അവസരം നൽകൽ, പൗരന്മാരോട് ധാർമ്മികതയോടെയുള്ള സമീപനം തുടങ്ങിയ ഭരണഘടനാ ആശയങ്ങൾക്ക് എന്തിനോടാണ് കടപ്പാട്? ഉപനിഷത്തുകളോട്. എല്ലാവർക്കും തുല്യ അവസരം നൽകൽ, പൗരന്മാരോട് ധാർമ്മികതയോടെയുള്ള സമീപനം തുടങ്ങിയ ഭരണഘടനാ ആശയങ്ങൾക്ക് എന്തിനോടാണ് കടപ്പാട്? ഉപനിഷത്തുകളോട്. ലിഖിത ഭരണഘടന എന്ന ആശയം എവിടെ നിന്ന് കടം കൊണ്ടതാണ്? അമേരിക്ക. ലിഖിത ഭരണഘടന എന്ന ആശയം എവിടെ നിന്ന് കടം കൊണ്ടതാണ്? അമേരിക്ക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്ന് ഉൾക്കൊണ്ടതാണ്? ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്ന് ഉൾക്കൊണ്ടതാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്ന് ഉൾക്കൊണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതെല്ലാം? ഏകപൗരത്വം, നിയമനിർമ്മാണം, നിയമവാഴ്ച, പാർലമെൻ്ററി ജനാധിപത്യം, പ്രധാനമന്ത്രി രാഷ്ട്രത്തലവന് നാമമാത്ര അധികാരം, തിരഞ്ഞെടുപ്പ് സമ്പ്രദായം, ക്യാബിനറ്റ് സമ്പ്രദായം, കൂട്ടുത്തരവാദിത്വം, കമ്മിറ്റി സമ്പ്രദായം, സ്പീക്കറും ചുമതലകളും, ദ്വിമണ്ഡല പാർലമെൻറ്റ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന പകർത്തിയ പ്രധാന ആശയങ്ങൾ ഏതെല്ലാം? മൗലിക അവകാശങ്ങൾ, ജുഡീഷ്യൽ റിവ്യൂ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, മേൽക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന നടപടി, പ്രസിഡന്റ്, സായുധ സേനകളുടെ തലവൻ, എല്ലാവർക്കും തുല്യമായ നിയമപരിരക്ഷ, രാഷ്ട്രതലവന് പ്രസിഡന്റ് എന്ന പേര്, സുപ്രീം കോടതിക്ക് ഭരണഘടനയെ വ്യാഖ്യാനം ചെയ്യാൻ അധികാരം, ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന പേര്, സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഉപരിമണ്ഡലം. കേന്ദ്രത്തോടു കൂടിയ ഫെഡറേഷൻ, കേന്ദ്രത്തിന് അവശിഷ്ട അധികാരങ്ങൾ, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ എന്നീ ആശയങ്ങൾ ഏതു രാജ്യത്ത് നിന്ന് ഉൾക്കൊണ്ടവയാണ്? കാനഡ. അനുച്ഛേദം 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ ഏതു രാജ്യത്ത് നിന്ന് കടമെടുത്ത ആശയമാണ്? ജർമ്മനി. അനുച്ഛേദം 356 പ്രകാരമുള്ള അടിയന്തരാവസ്ഥ ഏതു രാജ്യത്ത് നിന്ന് കടമെടുത്ത ആശയമാണ്? ജർമ്മനി. ഭരണഘടനാ ഭേദഗതി വ്യവസ്ഥകൾക്ക് ഏത് രാജ്യത്തെ സംവിധാനമാണ് ഇന്ത്യ മാതൃകയാക്കിയത്? ദക്ഷിണാഫ്രിക്ക. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയത്തിന് ഏത് രാജ്യത്തോടാണ് കടപ്പാട്? സോവിയറ്റ് യൂണിയൻ. നിർദ്ദേശക തത്വങ്ങൾക്ക് മാതൃകയായിട്ടുള്ളത് ഏത് രാജ്യത്തെയാണ്? അയർലൻഡ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തതാണ്? ഓസ്ട്രേലിയ.
മൗലിക അവകാശങ്ങളെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗമേത്? ഭാഗം 3. മൗലിക അവകാശങ്ങൾ. ഭാഗം 3. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളേവ? മൗലിക അവകാശങ്ങൾ. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങളേവ? മൗലിക അവകാശങ്ങൾ. വ്യക്തിയുടെ സമ്പൂർണ്ണ വികാസത്തിന് ഒഴിച്ചുകൂടാനാവാത്തതും അന്തസ്സുള്ള ജീവിതം നയിക്കാൻ അത്യന്താപേക്ഷിതവുമായ അവകാശങ്ങളേവ? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാർ ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ട് ഏത്? 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയത് ഏത് രാജ്യത്തെ ഭരണഘടനയിലെ അവകാശ പട്ടികയാണ്? അമേരിക്ക. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിന് സ്വാധീനം ചെലുത്തിയത് ഏതു രാജ്യത്തെ ഭരണഘടനയിലെ അവകാശ പട്ടികയാണ്? അമേരിക്ക. അസമത്വത്തിന് കാരണമാകുമെന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന നിർത്തലാക്കിയ പദവി ഏത്? സ്ഥാനപ്പേരുകൾ. അസമത്വത്തിന് കാരണമാകുമെന്നതിനാൽ ഇന്ത്യൻ ഭരണഘടന നിർത്തലാക്കിയ പദവി ഏത്? സ്ഥാനപ്പേരുകൾ. അടിയന്തരാവസ്ഥാ കാലത്തും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത മൗലിക അവകാശങ്ങളേവ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അടിയന്തരാവസ്ഥാ കാലത്തും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത മൗലിക അവകാശങ്ങളേവ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്ന മൗലിക അവകാശമേത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ജനാധിപത്യ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്ന മൗലിക അവകാശമേത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചൂഷണത്തിനെതിരായ അവകാശത്തിൽ ഉൾപ്പെടുന്ന ആശയങ്ങളേവ? വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കുന്നത് തടയുന്നു. നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കച്ചവടം എന്നിവ നിരോധിച്ചിരിക്കുന്നു. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായതല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടതാര്? ജവഹർലാൽ നെഹ്റു. രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. ഒരു മതത്തെയും രാജ്യം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഈ നിലപാട് എപ്രകാരം അറിയപ്പെടുന്നു? മതേതരത്വം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ഉറപ്പുകളേവ? സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം. മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്താനുമുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശം. ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റിൻ്റെ സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എപ്രകാരമുള്ള മതസ്വാതന്ത്ര്യമാണുള്ളത്? മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല. ഏത് വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിലൂടെ ഉറപ്പു നൽകുന്നത് എന്തെല്ലാം? ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം.
മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്ന നിലയിൽ ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടുള്ള അവകാശങ്ങളേവ. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമേത്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? റിട്ട്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ബി ആർ അംബേദ്കർ.